പഠിക്കുവാനായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ 2 ക്ലാസ്സുകളിൽ പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ ആമുഖവും അതിനുശേഷം 1-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന്റെ 5-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണല്ലോ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് നിമിത്തം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്, പഠിച്ചതാണ്. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ദൈവം ദാനമായി നമുക്ക് തന്നിട്ടുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവം ദാനമായി തന്നിട്ടുണ്ട്. അത് അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. അങ്ങനെ 3-4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പത്രോസ് പറയുകയാണ്, 5-ാം വാക്യത്തിൽ ആരംഭിക്കുകയാണ്, അത് നിമിത്തം. അങ്ങനെ ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്നിരിക്കുന്നത് നിമിത്തം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മീകമായി വളരണം. നമ്മുടെ ആത്മീയമായ വളർച്ചയുടെ ആവശ്യകതയെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആത്മീകമായ വളർച്ച എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങളെക്കുറിച്ചാണ് പത്രോസ് വിവരിക്കുന്നത്. അപ്പം ആത്മീകമായി നമ്മൾ വളരണം, കർത്താവിന്റെ കൃപയിൽ വളരണം. ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേക ലക്ഷ്യം കൂടെയാണ് അത്. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആത്മീകമായി വളരുക. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളായ ആത്മീയരായ നമ്മൾ ആത്മീകമായി വളരുവാൻ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് ഈ ഭാഗങ്ങളെക്കുറിച്ച്, അതായത് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് വില്യം ബാർക്ലേ എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, ഇതൊരു ഏണിയാണ്, അതായത് ഒരു കോവണി. ആ കോവണിയുടെ ഓരോ ചവിട്ടുപടികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് എ ലാഡർ ഓഫ് ഗുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്ത് കൊള്ളേണ്ടതായ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം കൂട്ടിക്കൊള്ളേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ആത്മീകമായി വളരുവാനായിട്ട് നമ്മൾ തന്നെ അതിന് യത്നിക്കേണ്ട ആവശ്യമുണ്ട്. നാം അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് സകല ഉത്സാഹവും കഴിച്ച്. ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നിങ്ങളുടെ ഉത്സാഹം, ദൈവവചനം പഠിക്കുവാനുള്ള ഉത്സാഹം, ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ് നമുക്ക് ആത്മീകമായി വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വചനം അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വിശ്വാസമാണ്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ വിശ്വാസം നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വിശ്വാസം ദൈവം നമുക്ക് ദാനമായി തന്നു. ആ വിശ്വാസം ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിപ്പിച്ചത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളുടെ ആ വിശ്വാസത്തോട് കൂടെ ചേർക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ആത്മീകമായ വളർച്ചയ്ക്ക് നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചേർക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്
7 കാര്യങ്ങളാണ് വിശ്വാസം അടക്കം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7 കാര്യങ്ങൾ ഒരു സമ്പൂർണതയെ കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആ പക്വത പ്രാപിച്ച വിശ്വാസി എന്നുള്ള നിലയിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയും. ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന വിശ്വാസം, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് അതിനോട് ചേർക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തോട് വീര്യവും എന്നുള്ളതാണ്. അപ്പൊ വീര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മലയാള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വീര്യം എന്നുള്ളത്, വീര്യം എന്നതിന് ധീരത എന്ന അർത്ഥമുണ്ട്. അതായത് ഇതിന്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ പീഡനങ്ങളുടെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറയുന്നതിനും ഉള്ള ധീരത, ധൈര്യം എന്നുള്ളതാണ് അതിന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊരു ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ വിശ്വാസത്തോട് ഗുഡ്നസ്, സൽപ്രവർത്തികളും ചേർത്ത് കൊള്ളുക എന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തോട് സൽപ്രവർത്തികൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഉണ്ടാകണം. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ കേവലം വിശ്വാസം മാത്രമല്ല ആവശ്യമായിരിക്കുന്നത്. രക്ഷിക്കപ്പെടാൻ വിശ്വാസം മതി. എന്നാൽ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ഉണ്ടാകണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മെ കർത്താവായ യേശുക്രിസ്തുവിൽ പുതുതായി സൃഷ്ടിച്ചിരിക്കുന്നത് നാം സൽപ്രവർത്തികൾ ചെയ്തു പോരേണ്ടതിനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എഫേസ്യ ലേഖനം 2-ന്റെ 10. അപ്പോൾ സൽപ്രവർത്തികൾ, വിശ്വാസത്തോടുകൂടെ ഗുഡ് വർക്ക്സ്, നല്ല സൽപ്രവർത്തികൾ ചെയ്യുക. സൽപ്രവർത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വളരെ അധ്വാനമുണ്ട്. നമുക്കൊരു അധ്വാനവും ഇല്ലാതെ സൽപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കില്ല. തിരുവഴുത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഗുഡ് സമരിറ്റിന്റെ ഉദാഹരണം. അദ്ദേഹം ആ നല്ല ശമരിയക്കാരൻ എന്നുള്ള പേര് കേൾക്കുവാൻ തന്നെ ഇടയായത് തന്റെ പ്രവൃത്തിയിലൂടെയാണ്. താൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനേക കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് താൻ അവിടെ ആ ശുശ്രൂഷ ചെയ്യുന്നത്. നമുക്ക് ആ മുറിവേറ്റ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലുള്ള ഒരു അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ മൂന്നാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് വിശ്വാസം കഴിഞ്ഞിട്ട് രണ്ടാമതായി വീര്യം, അതിനോട് ചേർത്ത് രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനം. പരിജ്ഞാനം എന്നുള്ളത് നോളജ്, പ്രായോഗിക ജ്ഞാനം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രായോഗിക ജ്ഞാനം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് പ്രായോഗിക ജ്ഞാനം പ്രാപിക്കുന്നത്? നമ്മള് സദൃശവാക്യങ്ങൾ 1-7 വായിക്കുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അപ്പൊ ദൈവത്തിലുള്ള ഭയത്തോടു കൂടിയാണ് ജ്ഞാനം ആരംഭിക്കുന്നത്. അതിലേക്ക് വിശദീകരിക്കുവാനായിട്ട് എനിക്ക് സമയമില്ല. നമ്മുടെ അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാന്യമായും കാര്യക്ഷമമായും അഭിമുഖീകരിക്കുവാനും യോഗ്യമായ തീരുമാനമെടുക്കുവാനും നമ്മെ സഹായിക്കുന്ന അറിവിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ ആ കാര്യം പറയാം. അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാന്യമായും കാര്യക്ഷമമായും അഭിമുഖീകരിക്കുവാനും യോഗ്യമായ തീരുമാനം എടുക്കുവാനും നമ്മെ സഹായിക്കുന്ന അറിവാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 10-ാം വാക്യത്തിലും അതുപോലെ ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം, പത്രോസിന്റെ തന്നെ ഈ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിലൊക്കെ പരിജ്ഞാനത്തിൽ വളരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഹോശേയ പ്രവചനത്തിൽ നാം വായിക്കുന്നത് പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് നാം ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ പരിജ്ഞാനം പ്രാപിക്കുക. ഓരോ വിശ്വാസിയും ആത്മീകമായി പരിജ്ഞാനത്തിലേക്ക് ആ പരിജ്ഞാനം പ്രാപിക്കുക, വളരുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ദ്രിയ ജയം എന്നുള്ളതാണ്. ഇതെല്ലാം വളരെ വിശദീകരിക്കേണ്ടതാണ്. സമയത്തിന്റെ പരിധി മുഖാന്തരം ഞാൻ ചില വാക്കുകൾ പറഞ്ഞ് മാത്രം പോകുകയാണ്. ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ, അതായത് സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്നും അതിനർത്ഥമുണ്ട്. ആത്മനിയന്ത്രണം, അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം അതിന്റെ 24-ാം അധ്യായം 25-ാം വാക്യത്തിലും അതുപോലെ 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യത്തിലും
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ. അത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കുക എന്നൊരു ആശയം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അതായത് കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണല്ലോ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി, ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. അതാണ് സെൽഫ് കൺട്രോൾ. നമ്മുടെ വിചാരങ്ങളെ എല്ലാം ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പിടിച്ചടക്കുന്നു. അത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് സാധ്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സ്വയം നിയന്ത്രിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇന്ദ്രിയ ജയം അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇന്ദ്രിയ ജയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെ രേഖപ്പെടുത്താൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇന്ദ്രിയ ജയം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മഫലത്തോടുള്ള ബന്ധത്തിലാണ്. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന 9 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 9 കൂട്ടം കാര്യങ്ങളിൽ അവിടെ ഇന്ദ്രിയ ജയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ ഇന്ദ്രിയ ജയം ചില ആളുകളിൽ മാത്രം കാണേണ്ടതല്ല. സുവിശേഷന്മാരിലോ മൂപ്പന്മാരിലോ മാത്രം കാണേണ്ടതായ ഒരു സ്വഭാവമല്ല. എല്ലാ വിശ്വാസികളിലും ആത്മഫലം ഉണ്ടായിരിക്കണം. അപ്പം എല്ലാ വിശ്വാസികളിലും ഈ കാര്യം ഉണ്ടായിരിക്കണം. ഏത് കാര്യം? ഇന്ദ്രിയ ജയം എന്നുള്ള കാര്യം ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇതെങ്ങനെ പ്രായോഗികമാക്കുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രമാത്രം വളരുന്നു. ഇനി പോകട്ടെ, 4-ാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്ഥിരത എന്നവിടെ കാണുന്നു. പെർസീവറൻസ്. അവിടെ സ്ഥിരത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും സ്ഥിരത ഉണ്ടായിരിക്കുക. അത് മലയാളത്തിൽ അതായത് ക്ഷമ, സഹനശക്തി എന്നൊക്കെ അതിന് പറയും. അപ്പോൾ ഞാൻ അതിന് വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിൽ അവിടെ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പം ആ സിദ്ധത എന്ന് പറയുന്നത് സ്ഥിരത നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം അത് വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം, അതുപോലെ കൊലോസ്യ ലേഖനം 1:11, 2 തെസ്സലോനിക്കർ 1:4, യാക്കോബ് 1:3, ഇവിടെയെല്ലാം ആ സ്ഥിരതയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി തുടർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഭക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഗോഡ്ലിനെസ്. ഞാൻ ചില പ്രത്യേകമായ കാര്യങ്ങൾ എൻലൈറ്റ് ചെയ്യുവാൻ ഒന്ന് അല്പം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗോഡ്ലിനെസ് എന്താണ്? ഗോഡ്ലിനെസ്, വാട്ട് ഈസ് ഗോഡ്ലിനെസ്? സ്കോഫീൽഡ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ട്രസ്റ്റിംഗ് ഇൻ ഗോഡ് ആൻഡ് ഹേറ്റിംഗ് ഈവിൾ. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദോഷത്തെ വെറുക്കുക. അതായത് ദൈവത്തെ ബഹുമാനാദരവോടെ ആശ്രയിക്കുന്നതും ദോഷത്തെ വെറുക്കുന്നതുമാണ് ദൈവഭയം. എന്താണ് ദൈവഭയം എന്ന് പറയുന്നത്? ഒന്നുകൂടി ഞാൻ പറയാം. ദൈവത്തെ ബഹുമാനാദരവോടെ ആശ്രയിക്കുന്നതും ദോഷത്തെ വെറുക്കുന്നതുമാണ് ദൈവഭയം. അത് സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ദോഷത്തെ വെറുക്കുക. പിന്നെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് ഈ ഭയം ഉണ്ടാകേണ്ടത്. ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ദൈവഭയം എന്നുള്ളത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്? അതിനുള്ള ആ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പൊ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പിന്നെ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ ഭയപ്പെട്ട് ദോഷത്തെ വിട്ടകലുന്നതാണ് ദൈവഭയം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ദൈവഭയം വളരെ കുറവായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുകയുണ്ടായി. സങ്കീർത്തനം 12:1, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ
ഇല്ലാതെ പോകുന്നു. എത്ര വാസ്തവമാണ്! ഇന്നും അത് വളരെ സത്യമായിട്ടിരിക്കുകയാണ്. എന്താണ്? ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദൈവഭക്തി എന്നുള്ളത് തന്നെ വലിയൊരു വിഷയമാണ്. ആ കാര്യം ദൈവത്തെ ഭയപ്പെടണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. നമ്മുടെ തലമുറകളെ ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവഭയത്തെ കുറിച്ച് നമ്മൾ ദൈവഭയം ഉള്ളവരായിരിക്കണം. നമ്മുടെ തലമുറകളെ ദൈവഭയത്തിൽ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ 6-ാമതായി പറഞ്ഞിരിക്കുന്നത് ബ്രദർലി ലവ്, അതായത് സഹോദര പ്രീതി എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നില്ല. സഹോദര പ്രീതി ഇതൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നതായതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം അത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ സഹോദര പ്രീതി അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ അന്യോന്യം സ്നേഹിക്കുവാനായിട്ട് ഫിലദൽഫിയ എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അന്യോന്യം സ്നേഹിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ടവരാണ്. സഹോദര പ്രീതി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് 7-ാമതായി പറഞ്ഞിരിക്കുന്ന ആ വാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്നേഹം, അതായത് ലവ്. ഈ സ്നേഹം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ സ്നേഹം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയും രണ്ടിനെയും കാണിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ സ്നേഹം നമ്മിൽ വർദ്ധിക്കണം. ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അതായത് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം സ്നേഹം എന്ന് നാം കാണുന്നു. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണം. ദൈവം സ്നേഹമാണ്. പിന്നെ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചല്ലോ, ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് ചോദിക്കുകയുണ്ടായി. അതാ നമ്മൾ മത്തായി സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ അതിന് കർത്താവ് പറഞ്ഞ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിന്റെ 37-ാം വാക്യത്തിൽ എന്നാൽ അതുകൊണ്ട് കർത്താവ് നിർത്തിയില്ല. അവിടെ നമ്മൾ തുടർന്ന് വായിക്കുന്നത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹം, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്? അത് നാം സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെയാണ്. സഹോദരന്മാരെ സ്നേഹിക്കുന്നതിലൂടെയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ കാര്യം നാം മനസ്സിലാക്കണം. അപ്പൊ ദൈവസ്നേഹം നമ്മിൽ ഉളവാകണം. ആ ദൈവസ്നേഹത്തിൽ നാം വളരുകയും ദൈവസ്നേഹത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീരുകയും ചെയ്യണം. ഇനി ഈ സ്നേഹത്തെക്കുറിച്ച് 3 വാക്കുകൾ, നമുക്ക് വളരെ പരിചയമുള്ള 3 വാക്കുകൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ വാക്ക് അഗപ്പാവോ എന്നുള്ള വാക്കാണ്. അതിന്റെ അർത്ഥം ജീവൻ കൊടുത്തുള്ള സ്നേഹം. അതാണ് കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം. അതായത് സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. അതാണ് കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം. 2-ാമത്തേത് ഫിലിയോ എന്നുള്ള വാക്കാണ്. അതിന് ബ്രദർലി ലവ്, അതായത് സഹോദര സ്നേഹം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു വാക്ക് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗമാണ്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഇന്ന് നാം കാണുന്ന സ്നേഹങ്ങളെല്ലാം വ്യാജത്തോടു കൂടിയാണ്. എന്നാൽ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിർവ്യാജമായ സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം, അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ഇന്ന് പല സ്നേഹങ്ങളും കാര്യം കാണുന്നതിന് വേണ്ടിയുള്ള സ്നേഹമാണ്. എന്നാൽ അതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കൊടുക്കുന്നതാണ്, വാങ്ങുന്നതാണ്. അത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ സ്നേഹം കൊടുക്കുന്നതാണ്, അത് വാങ്ങുന്നതല്ല. അപ്പം സ്നേഹം നമ്മൾ നിർവ്യാജമായി സ്നേഹിക്കുവാനിടയായിത്തീരണം. 3-ാമത് അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് ഇറോസ് എന്നുള്ളതാണ്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ സ്നേഹം. അങ്ങനെയാണ് 3 പദങ്ങളാണ് സ്നേഹത്തിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹം ഇല്ല എങ്കിൽ ഒന്നുമില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അധ്യായത്തിന് തന്നെ സ്നേഹത്തിന്റെ അധ്യായം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 13-ാം അധ്യായം
അതിന്റെ ആ അധ്യായത്തിന് സ്നേഹത്തിന്റെ അധ്യായം, സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ വിവരണമാണ് അവിടെ യോഹന്നാൻ പൗലോസ് നൽകിയിരിക്കുന്നത്. ഇനി അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കേ. അവിടെ സ്നേഹത്തെ ഒരു വ്യക്തിത്വമായി കൽപ്പിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം നിഗളിക്കുന്നില്ല എന്നിങ്ങനെ ആ സ്നേഹത്തിന് ഒരു വ്യക്തിത്വം നൽകിക്കൊണ്ടാണ് പറയുന്നത്. അവസാനമായി ആ അധ്യായം നിർത്തുമ്പോൾ പൗലോസ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ആകയാൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹമാകുന്നു. സ്നേഹത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് അവിടെ പറയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസവും പ്രത്യാശയും നമ്മുടെ കർത്താവിന്റെ വരവോടുകൂടെ അവസാനിക്കും. എന്നാൽ സ്നേഹം അത് നിത്യമാണ്. യിരെമ്യാപ്രവചനത്തിൽ 33-ാം അധ്യായത്തില് യിരെമ്യാ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് നിത്യസ്നേഹത്താലാണ്. ഇറ്റേണൽ ലവ്. ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ്. ആ സ്നേഹത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം അല്ല. അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ കുറിച്ചല്ല അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അതാണ് നിത്യസ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന പലതിനായ എം.ഇ. ചെറിയാൻ സാർ പാടിയല്ലോ, അവിടെയും പാടും നിൻ അതിശയ സ്നേഹത്തെ. അപ്പൊ സ്നേഹത്തിന് അന്ത്യമില്ല, അത് നിത്യമാണ്. അത് നിത്യതയിലും നമ്മൾ പാടുവാനായിട്ട് പോകുന്ന ഈ ദൈവത്തിന്റെ അതിശയ സ്നേഹത്തെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആത്മീകമായി വളരണം. അപ്പൊ ഇതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി വളരുവാൻ ആവശ്യമായ കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇനി അത് എനിക്ക് ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ ആത്മീയമായി വളർന്നില്ല എന്ന് ഒരു വിശ്വാസിക്കും പരാതി പറയുവാൻ വശമില്ലാതെ വണ്ണം നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആത്മീകമായി എത്രമാത്രം വളർന്നിട്ടുണ്ട്? അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് പറയുന്നത്. എന്താണ്? ദ കംപ്ലീറ്റ്നെസ് ഓഫ് ദി ഡിവൈൻ നേച്ചർ. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പൂർത്തീകരണം. അപ്പൊ ദൈവ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ചാണ് അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തിന്റെ അനന്തരഫലം. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, എല്ലാം വായിക്കുന്നില്ല. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, മുമ്പ് പറഞ്ഞതായ ഈ 7 കാര്യങ്ങളും നമുക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച ഉത്സാഹമില്ലാത്തവർ നിഷ്ഫലന്മാരുമായിരിക്കില്ല. ഒരു വിശ്വാസി ആത്മീയമായി ഈ നിലയിൽ വളരുന്നുണ്ടെങ്കിൽ അവൻ നിഷ്ഫലനായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ അവനിൽ എന്തുണ്ടാകും? ഫലമുണ്ടാകും. അപ്പം ആത്മീക ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവനിൽ ആത്മീയ ഫലം ഉണ്ടാകും. ഇപ്പൊ പറഞ്ഞ ഈ 7 കാര്യങ്ങളും ആത്മഫലവും തമ്മിൽ വളരെ താരതമ്യം ചെയ്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആത്മഫലം. ആ ആത്മഫലം നമ്മിൽ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ നമ്മിൽ ഉളവാകുന്നതാണ് നാം ആത്മീയമായി വളർന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മിൽ ആത്മഫലം ഉണ്ടോ? ഈ പറയുന്ന 7 കാര്യങ്ങൾ നമ്മിലുണ്ടോ? നമുക്ക് അങ്ങനെ ആത്മീയമായി വളരുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഇനി അവിടെ പറയുന്നത് നോക്കിക്കേ, അവയില്ലാത്തവനോ, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടി ഉള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മെ തന്നെ നാം ഒന്ന് വിലയിരുത്തുക. നമ്മുടെ ആത്മീക വളർച്ച എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്? നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്രമാത്രം നാം ആത്മീകമായി വളർന്നിട്ടുണ്ട് എന്ന് നമ്മെ ഒന്ന് പരിശോധിക്കുവാൻ ഇടയായിത്തീരണം. നമ്മൾക്ക് തന്നെ ഒന്ന് മാർക്ക് കിട്ടാൽ മതി. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് മാർക്ക് ഇടുന്നുണ്ട്. ഇന്ന് രാത്രി
ദൈവസന്നിധിയിൽ ഇരുന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നമ്മൾ ആത്മീകമായി എത്രമാത്രം പക്വത പ്രാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായി എന്നിൽ ഈ ഫലങ്ങൾ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളുണ്ടോ? ആത്മഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അതോ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ ഇല്ലാത്തവനോ കുരുടൻ, അന്ധനായി കഴിയുന്നു ഒരു അനുഭവമാണോ എനിക്കുള്ളത്? നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ യാതൊരു വ്യത്യാസമില്ല, രക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഇന്നും ഇരിക്കുക. അങ്ങനെയല്ല നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ആത്മീകമായി വളരണം, ഫലം കായ്ക്കണം. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നമ്മൾ കുരുടന്മാരായി അല്ലെങ്കിൽ നമ്മൾ അന്ധന്മാരായി ജീവിക്കുവാൻ, നമുക്ക് ആത്മീകമായ കാഴ്ചപ്പാട് ഉണ്ടാകുവാൻ ഈ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇവിടെയല്ല ഇതെല്ലാം നമുക്ക് വന്നു ചേരുമെന്നല്ല ദൈവവചനം പറയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇതൊക്കെ തന്നെ വന്നോളും. ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി പരിശ്രമിക്കണം എന്നുള്ള കാര്യം പിന്നെയും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് 10-ാം വാക്യത്തിൽ പറയുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയപ്പെട്ട 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്തുകൊണ്ട് ആത്മീക വളർച്ചയുടെ ആ ഉന്നതിയിലേക്ക് നാം വളരണം. അങ്ങനെ വളരുമ്പോഴാണ് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമുക്ക് കൂടുതൽ ഉറപ്പാക്കുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം വിളിയും തെരഞ്ഞെടുപ്പും. നമുക്കറിയാം, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി എന്താണ്? നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി എന്തിനാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്? നാം പല കാര്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവാണ്. കർത്താവ് വിളിച്ചിരിക്കുന്നത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനാണ്. നമ്മൾ അതിന്റെ തിരുവെഴുത്തിൽ വളരെ വളരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസിന്റെ തന്നെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ അതിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? നമ്മെ വിളിച്ച വിശുദ്ധനൊത്തോണം ജീവിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധിയോടുകൂടെ ജീവിക്കുക, വിശുദ്ധ ജീവിതം ജീവിക്കുക. 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലും നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അതായത് കഷ്ടം സഹിക്കുവാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. നമുക്ക് വിശ്വാസഗോളത്തിൽ, നമുക്ക് വിശ്വാസ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് വാസ്തവമായി നമ്മളെ തന്നെ പരിശോധിച്ച്, കർത്താവെ എന്തിനാണ് ഇത് തന്നത്? കർത്താവിന് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കുവാൻ നമുക്കിടയായാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നമ്മളെ അതിനു വേണ്ടി വിളിച്ചിരിക്കുക. ഈ കഷ്ടം സഹിക്കുക എന്നുള്ളത്, കഷ്ടം അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇനി മാത്രമല്ല, 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നാം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി എന്നുള്ളതിനെ കുറിച്ച് നോക്കുമ്പോൾ 3 കാര്യങ്ങൾ കാണുവാൻ കഴിയും, 3 വാക്കുകൾ. ഒന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ഹോളി കോളിംഗ്, അതായത് വിശുദ്ധ വിളി കൊണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്ന എന്ന് പൗലോസ് പറയുകയാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം, വിശുദ്ധ വിളി. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്ന എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, ഹെവൻലി കോളിംഗ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. എന്ത് ഉന്നതമായൊരു വിളിയാണ് നമുക്ക്! എത്ര അതിശയകരമായ ഒരു വിളിയാണ് പാവപ്പെട്ടവരായ കേവലം പാപികളായിരുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൈ കോളിംഗ്, ഉന്നതമായ വിളി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ഉന്നതമായ ഒരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ആത്മീകമായി വളരുവാനായിട്ട് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ആ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ അധികം ഉറപ്പാക്കണം എന്ന് പറയുന്നത്. ഇനി അതിന്റെ 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇതെല്ലാം വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം എന്നെ അനുവദിക്കുന്നില്ല. അവിടെ എന്ത് മനോഹരമായിട്ടാണ് ആ പദം നമ്മളെ ഉൾപ്പുളകം കൊള്ളിക്കുന്നതാണ്. എന്താണ്? യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം
ധാരാളമായി പ്രാപിക്കും. എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യം. ഇവിടെ നിത്യരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നതിന് മറ്റു പല പേരുകളുമുണ്ട്. സ്വർഗരാജ്യം എന്നുണ്ട്, പിതാവിന്റെ രാജ്യം എന്നുണ്ട്, പുത്രന്റെ രാജ്യം എന്നുണ്ട്, എന്നിങ്ങനെയുള്ള പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിത്യരാജ്യം എന്നുള്ളതിന് സ്വർഗരാജ്യം, പിതാവിന്റെ രാജ്യം, പുത്രന്റെ രാജ്യം എന്നുള്ള പേരുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം ഒരു കാര്യത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഈ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദപ്രയോഗമാണ്. എന്താണെന്ന് അറിയാമോ? ആ പ്രവേശനം എന്ന് പറയുന്നത് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്ന് പറയുന്നതിന് ശരിയായ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ജൈത്രയാത്രയെ കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അതായത് ഈ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഒരു ജൈത്രയാത്രയാണ്. അതായത് ഒരു രാജാവും തന്റെ അണികളും യുദ്ധത്തിന് പോയി ആ യുദ്ധം ജയിച്ചു വരുമ്പോൾ ആ രാജാവും അണികളും എങ്ങനെയാണ് തിരികെ വരുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഈ വേൾഡ് കപ്പുകൾ, പിന്നെ ഫുട്ബോളും അതുപോലെ ക്രിക്കറ്റ് ഒക്കെ നടക്കുകയാണല്ലോ. ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ ജയിക്കുന്ന ഈ കളികളിൽ ഏറ്റവും വേൾഡ് കപ്പ് ലഭിക്കുന്നതായ ആ ടീമുണ്ട്. ഈ ടീം അവരുടെ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ രാജ്യം അവരെ കാത്തിരുന്ന് അവർക്ക് ഹാരങ്ങളൊക്കെ അണിയിച്ച് അവരെ വളരെ ഊഷ്മളമായി ആ രാജ്യത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു പ്രവേശനമാണ് ഒരു ദൈവ പൈതൽ ആത്മീകമായി വളർച്ച പ്രാപിച്ച് അവൻ പതറിപ്പോകാത്തവനായി, അവൻ വീണുപോകാത്തവനായി, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് അത് വളരെ ഉത്സാഹത്തോടു കൂടിയ, വളരെ ആ ജൈത്രയാത്ര വിജയത്തോടു കൂടിയ ഒരു പ്രവേശനം എന്നാണ് ഇവിടെ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവ് പറഞ്ഞല്ലോ, ആ താലന്തുകളെ വിഭാഗിച്ചു കൊടുത്ത അവര് കർത്താവിന്റെ അടുക്കൽ വന്ന് പിന്നെ കർത്താവിന്റെ അടുക്കൽ, ആ യജമാനന്റെ അടുക്കൽ അതിന്റെ കണക്ക് കൊടുത്തപ്പോ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 25-ാം അധ്യായം മത്തായി, വിവരിക്കാൻ സമയമില്ല. അവിടെ 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടി അവൻ കർത്താവിന്റെ യജമാന്റെ അടുക്കൽ പറയുകയാണ്, യജമാനെ, നീ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടി എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുന്നത്, വിശ്വസ്തനും നീതിമാനുമായ ദാസനെ, നീ എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്നൊരു വാക്കുണ്ട്. ആ സന്തോഷം അതെത്ര മനോഹരമായ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോകുന്ന അത് എത്രയോ സന്തോഷത്തോടുകൂടെ ഉള്ള ഒരു യാത്രയാണ്. അതിന് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, പ്രയത്നിച്ചെങ്കിൽ, നമ്മുടെ ജീവിതാനിലയിൽ കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ കൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന കർത്താവ്, യൂദയുടെ ലേഖനം 24-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അതുപോലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റർ ഇൻ ടു ദ ജോയ് ഓഫ് യുവർ മാസ്റ്റർ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതിന് ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്തേഫാനോസ് കല്ലെറിഞ്ഞാണ് കൊല്ലപ്പെട്ടതെങ്കിലും ആ സന്തോഷത്തിലേക്ക് സ്തേഫാനോസ് പ്രവേശിച്ചത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവെങ്കിൽ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവമക്കള് കർത്താവിന് സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രവേശനം, അതൊക്കെ അതിന് കാരണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ വലിയ പ്രത്യാശയോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ നിലയിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്ത വാക്യങ്ങളിലേക്ക്, അതിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ, അതായത് 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 21-ാം വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസികളുടെ പരിപോഷണവും ദൈവവചനവും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദ ക്രിസ്ത്യൻ നേച്ചർ ആൻഡ് ദി വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസികളുടെ പരിപോഷണവും ദൈവവചനവും. വിശ്വാസികളുടെ പരിപോഷണവും ദൈവവചനവും. ദ ക്രിസ്ത്യൻസ് നേച്ചർ ആൻഡ് ദി വേർഡ് ഓഫ് ഗോഡ്. ഈ ഭാഗത്ത് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ വായനക്കാരുടെ ശ്രദ്ധയെ വേറൊരു തലത്തിലേക്ക് തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആകർഷിക്കുകയാണ്.
വിശ്വാസിയുടെ പരിപോഷണത്തിനുള്ള ഉപകരണമാണ് ദൈവവചനം എന്നുള്ള കാര്യം പത്രോസ് വായനക്കാർക്ക് നൽകുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വേറൊരു തലത്തിലേക്ക് പത്രോസ് തന്റെ വായനക്കാരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിന് ഒന്നാമതായിട്ട് അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത് വേണമെങ്കിൽ ഒരു പോയിന്റ് ഇട്ടിട്ട് എന്ന് നമുക്ക് എഴുതാം. അതായത് എന്ന് നമുക്കാക്കാം, എന്നിടാം. എന്നിട്ട് നമുക്ക് എഴുതാം മെമ്മറി ഓഫ് ഗോഡ്സ് വേർഡ്, അല്ലെങ്കിൽ റിമൈൻഡ്സ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തെ ഓർമ്മപ്പെടുത്തും. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഐ വിൽ ഓൾവേസ് ബി റെഡി ടു റിമൈൻഡ് യു. ഞാൻ നിങ്ങളെ എപ്പോഴും ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അറിഞ്ഞ സത്യത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു വിട്ടു എന്നുള്ളതല്ല, അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുവാൻ എന്ന് പത്രോസ് പറയാം. പത്രോസ് പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് പത്രോസ് പറയുന്ന ഒരു കാര്യം, ഓർമ്മപ്പെടുത്തുക. പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം പിന്നെയും ഓർമ്മപ്പെടുത്തുക. ഓരോ വിശ്വാസിയും നമ്മെ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ വചനം, ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ നാം അത് മനസ്സിലാക്കി നമ്മൾ അത് ഉൾക്കൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. This is what a good teacher should do. Keep on reminding the believers how God wants them to live. ആർ ഇ ഹാർലോ എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് this is what a good teacher should do. Keep on reminding the believers how God wants them to live. അപ്പം ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു അധ്യാപകൻ, ഒരു നല്ല അധ്യാപകൻ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ള കാര്യം അവിടെ പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ 13-14 വാക്യങ്ങൾ. 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. പത്രോസിന് അറിയാമായിരുന്നു പത്രോസിന്റെ ആ കൂടാരം അത് പൊളിഞ്ഞു പോകുവാനായിട്ട് അടുത്തിരിക്കുകയാണ്. അതായത് പത്രോസ് ഇനി അധികം കാലം ഇല്ല. പത്രോസിന് ലഭിച്ച ഒരു വെളിപ്പാട്, ഒരുപക്ഷെ അത് കർത്താവ് പത്രോസിനെ മടക്കി കൊണ്ടുവന്ന സമയമുണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പ്രവചനമായിട്ട് പത്രോസിനോട് പറഞ്ഞ കാര്യമായിരിക്കാം ഇവിടെ പത്രോസ് ഓർക്കുന്ന, കൂടാരമായ ഭൗമഭവനം ഒഴിഞ്ഞു പോകുവാൻ സമയമായി എന്നുള്ള കാര്യം. പത്രോസിനെ സംബന്ധിച്ച് പത്രോസിന്റെ മരണത്തെക്കുറിച്ച് പാരമ്പര്യം പറയുന്നത് പത്രോസ് തല കീഴായിട്ടാണ് ക്രൂശിക്കപ്പെട്ടത്. പത്രോസിനെ ക്രൂശിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ക്രൂശിച്ചു കൊല്ലുവാനായിട്ട് പത്രോസിനെ ക്രൂശിക്കുവാനായിട്ട് പോയപ്പം പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, പുട്ട് മീ ഹെഡ് ഡൗൺ ദാറ്റ് ഐ മേ കിസ് മൈ മാസ്റ്റേഴ്സ് ഫീറ്റ്. ഞാൻ എന്നെ തലകീഴായി ക്രൂശിക്കണം. ഞാൻ എൻ്റെ ട്രഡിഷൻ ക്ലെയിംസ് ദാറ്റ് പീറ്റർ വാസ് പുട്ട് ടു ഡെത്ത് ബൈ ക്രൂസിഫൈങ്. പത്രോസ് പറഞ്ഞതാണ്, എന്നെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ക്രൂശിക്കണം, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം. ഞാൻ എൻ്റെ യജമാനന്റെ കാലിൽ ചുംബനം ചെയ്തുകൊണ്ട് മരിക്കട്ടെ എന്നുള്ളതായിരുന്നു പത്രോസിന്റെ ആഗ്രഹം. പൗലോസ് അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, പൗലോസ് ക്രൂശിക്കപ്പെടുകയല്ലായിരുന്നു, വാളിനാൽ കൊല്ലപ്പെടുകയായിരുന്നു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസും പറഞ്ഞു, ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോവുകയാണ്. പൗലോസിന് തന്റെ മരണത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പൗലോസിന്റെ മരണത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. പൗലോസിന്റെ മേൽ ചുമത്തിയതായ കുറ്റം, അത് റോമാ നഗരത്തിന് തീ വെച്ചു എന്നൊക്കെ ഉള്ള കുറ്റമാണ് നീറോ ചുമത്തിയത്. അതിനുശേഷം പൗലോസിനെ തല ശിരച്ഛേദം ചെയ്യുക, അതായത് ട്രീ ഫോണ്ടൈൻ എന്ന് പറയുന്ന ആ സ്ട്രീറ്റിൽ കൂടെ നടത്തിക്കൊണ്ടുപോയി അവിടെ വെച്ച് കുറ്റവാളി മുട്ടുകുത്തട്ടെ എന്ന് സെഞ്ചൂറിയൻ, അതായത് ശതാധിപൻ പറഞ്ഞു. അങ്ങനെ
കുറ്റവാളി മുട്ടുകുത്തി അവിടെ നീറോ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് തന്റെ കഴുത്തിൽ ആ വാൾ ആഞ്ഞുവെട്ടുകയായിരുന്നു. അതിനെക്കുറിച്ച് ഫിലിപ്പ് സാറ് എഴുതിയൊരു പുസ്തകമുണ്ട് പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച്. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആ തല ഒരുപക്ഷെ കുറച്ച് ഉരുണ്ട് നീങ്ങിക്കാണും, പക്ഷേ അവിടെ വെച്ച് പൗലോസിന്റെ ജീവിതത്തിലെ ആഗ്രഹം സഫലമായി. എന്താണ് പൗലോസിന്റെ ആഗ്രഹം? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ, വിട്ടുവിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. അതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. വിട്ടുവിരിഞ്ഞു, താൻ ക്രിസ്തുവിനോട് കൂടെയായി. അതുപോലെ തന്നെ പത്രോസും ഇവിടെ പറയുകയാണ്. പത്രോസ് പറയുന്നത് എന്താണ്? എൻ്റെ ഈ കൂടാരം അഴിഞ്ഞു പോകുവാനായിട്ട് പോവുകയാണ്. ആ ഒരു വലിയ പ്രത്യാശയോടുകൂടിയാണ് പത്രോസ് ജീവിച്ചത്. എന്നിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവായ യേശു 15-ാം വാക്യത്തിൽ, നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. 16-ാം വാക്യം അവിടെ ആ കാര്യം പത്രോസ് വളരെ വ്യക്തമാക്കുകയാണ്. അതായത് ദൈവത്തിന്റെ വചനം ഓർത്തിരിക്കണം, ആ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം എന്നുള്ള കാര്യങ്ങൾ പത്രോസ് വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ വചനവും ഈ വായനക്കാര് മറക്കുവാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെല്ലാം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കുവാനിടയായിത്തീരും. ഇവിടെ ദൈവവചനത്തിന്റെ പ്രാധാന്യം, നമ്മൾ ഓരോ ദിവസവും കർത്താവിനുള്ള വിശ്വാസം, സ്നേഹം, പ്രത്യാശ പുതുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് മൂന്നും ഓരോ ദിവസവും പുതുക്കപ്പെടുമ്പോൾ നമുക്ക് ആത്മീയമായി ശക്തി, ഊർജം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് പഠിച്ച് അതിൽ നമ്മൾ വളർച്ച പ്രാപിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനായി ഓരോ ദിവസവും ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. മാത്രമല്ല, ആ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ഈ ഓട്ടം തികച്ച് നാം ഒരു ബിരുദനായി കാത്തിരിക്കുകയാണ്, ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം. ആ പ്രവേശനത്തിനായി സന്തോഷത്തോടുകൂടെ നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആ വലിയ പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും ജീവിക്കാം. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാം.